നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ സഹോദരൻ്റെ വില. ഒരു സഹോദരൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സഹോദരൻ ആരാണ്, സഹോദരൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നൊരു കഥയാണ് കഥ. ശ്രദ്ധിച്ച് കേൾക്കണേ. കഥകളതിസാഗരത്തിലേക്ക് വരൂ, കഥകൾ കേൾക്കൂ, മറ്റുള്ളവർക്ക് കഥകളൊന്ന് പറഞ്ഞു കൊടുക്കൂ. കുറച്ച് സമയം പറയും, 10 മിനിറ്റ്. നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറുള്ളതിൽ 10 മിനിറ്റ് സമയം ഒരു ഗുണപാഠമുള്ള കഥ കേൾക്കാൻ നിങ്ങൾ ഉപയോഗിക്കും. ഇതുകൊണ്ടൊരു ദോഷവും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഗുണമുള്ളൂ. കഥയിലേക്ക് കിടക്കാം. സഹോദരൻ്റെ വില. ഈ കഥ നടക്കുന്നത് കോസല രാജ്യത്താണ് കേട്ടോ. ബനാറസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ, കാശി രാജ്യത്തിൻ്റെ അടുത്ത രാജ്യമാണ് കോസല. കോസല രാജാക്കന്മാരെല്ലാം തന്നെ വളരെ സത്യസന്ധരും നീതിനിഷ്ഠയുള്ളവരും പ്രജാക്ഷേമ തൽപരരും ഒക്കെയാണ്. അവിടെ അന്ന് രാജ്യം ഭരിച്ചിരിക്കുന്ന ഒരു രാജാവിൻ്റെ പേരാണ് സോമരാജൻ. സോമരാജ മഹാരാജാവും അദ്ദേഹത്തിൻ്റെ പത്നിയും ഒക്കെ പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചു. അങ്ങനെ സുഖമായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വല്ലാതെ കണ്ട ഒരു കാലത്ത് പുതിയ വേനൽക്കാലം വന്നു. എന്നുവെച്ചാൽ ചൂട് മാത്രം, മഴയൊന്നുമില്ല. ഭൂമിയൊക്കെ അങ്ങനെ വരണ്ട് കുറച്ച് കഷ്ടപ്പാടായി. ഉള്ള കൃഷി സാധനങ്ങളൊക്കെ കൊണ്ട് പ്രജകളൊക്കെ അത് സൂക്ഷിച്ച് വെച്ചിരുന്നത് കൊണ്ട് ജീവിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ വീണ്ടും കൃഷി ഇറക്കാനായിട്ട് പറ്റിയൊരു സാഹചര്യമില്ല. നല്ലോണം മഴ പെയ്ത് ഭൂമി കുളർന്നാലല്ലേ കൃഷി ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ വിത്ത് മുളയ്ക്കുള്ളൂ, അടുത്ത കൃഷിയിൽ നിന്ന് ആദായമൊക്കെ കിട്ടുള്ളൂ, വിഭവങ്ങൾ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ഈശ്വര പ്രാർത്ഥന തന്നെ നടത്തി എല്ലാവരും പ്രജകളൊക്കെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ ദാ വന്നു ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി, ചെറിയ കാറ്റ് വീശി. എന്തിനു പറയണോ, കോസല രാജ്യത്ത് നല്ല മഴ കിട്ടി. മഴ എന്ന് പറഞ്ഞാൽ നല്ല പൊട്ടിപ്പൻ മഴ. കുളങ്ങളൊക്കെ നിറഞ്ഞു, കിണറുകളൊക്കെ നിറഞ്ഞു, പുഴകളിലൊക്കെ ധാരാളം വെള്ളം ഒഴുകാൻ തുടങ്ങി. എല്ലാ ജീവജാലങ്ങളും ഉണങ്ങി കരിഞ്ഞ് വറ്റി വരണ്ട് തീ പിടിക്കാൻ പാത്രം നടന്നതൊക്കെ കുറച്ചൊക്കെ ഒന്നൊരു ജീവൻ വെച്ചു. അങ്ങനെയൊക്കെ കർഷകരൊക്കെ വളരെ സന്തോഷഭരിതരായി. കാരണം അവർ വളർത്തുന്ന കന്നുകാലികൾക്കൊക്കെ എല്ലാം പുല്ല് മുളഞ്ഞു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൃഷി ഇറക്കാലോ. തങ്ങളുടെ കൃഷിഭൂമി ഉഴുത് അവർ കൃഷി ഇറക്കാനായിട്ട് ശ്രമിച്ചു. വിത്തുകളൊക്കെ പാവി കൃഷിഭൂമി തയ്യാറാക്കി. അങ്ങനെ ഇതായി വിളവൊക്കെ എടുക്കാറായി. വിളവ് നല്ലോണം കൃഷി വിഭവങ്ങളൊക്കെ ഇതായി നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഈ കൃഷി കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വിളവൊക്കെ എടുത്ത് ശേഖരിച്ച് വെച്ചേക്കുക. അതൊക്കെ പാടുപാടിന് ഓരോരിക്കലും ആക്കണേ ഉള്ളൂ. അപ്പോഴത്തേക്കും ആ ഗ്രാമത്തിൽ കൊള്ളക്കാർ വന്നെങ്കിൽ 3 കൊള്ളക്കാർ വന്നിട്ട് അവർ ഈ സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് അവർ വണ്ടിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അപ്പോഴത്തേക്കും ഗ്രാമീണരെ എല്ലാവരും ഒന്നും രാത്രി ഉറങ്ങില്ല. കുറേ പേരൊക്കെ വിഭവങ്ങളൊക്കെ കാവലിരിക്കുന്നുണ്ടായിരുന്നു. ഇവരെ കണ്ടുകൊണ്ട് കുതിരപ്പുറത്ത് വന്നവർ ചില്ലറക്കാരല്ല, കൊള്ളക്കാരാണ്. അവർ വേഗം ആൾക്കാരെയൊക്കെ വടി പത്തലെടുത്ത് കൂക്കി വിളിച്ച് എന്തിനു പറയണം പിന്നാലെ ഓടിച്ചു. പിന്നെ എതിരെ പോയി എന്നറിയാൻ പാടില്ല. ഗ്രാമാതിർത്തി അങ്ങോട്ട് കടന്ന് കൃഷി സ്ഥലങ്ങൾ വയലുകളൊക്കെ തുടങ്ങുന്നതിൻ്റെ അടുത്ത് വരെ അവരെ കണ്ടുപോയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് കാണാൻ. അങ്ങനെ നമുക്ക് കുറച്ച് പേരൊക്കെ അവിടെ ഇങ്ങനെ വെളുപ്പിനായി. എപ്പോഴേക്കും സമയം രാത്രിയാണ് കൊള്ളയ്ക്ക് വന്നത്. കുറേ ദൂരം പോയി. രാവിലെയുള്ള സമയത്ത് കുറേ പേരൊക്കെ കൃഷിഭൂമി ഉഴകുന്നുണ്ട്. അപ്പോൾ കൃഷിക്കാരുടെ വേഷത്തിൽ വേറെ 3 പേര് നിന്നിട്ട് അവിടെ ഒരു കണ്ടുപരിചയമില്ലാത്ത 3 പേരവിടെ കൃഷിഭൂമി ഉഴവ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഗ്രാമീണൻ പറഞ്ഞു, ഞാൻ കുതിരപ്പുറത്ത് പറഞ്ഞ കണ്ടതാണ് ഇവരിപ്പോൾ ഏറ് നിർത്തി പോയിരിക്കുന്ന ആരുടെയോ ഏറ് പിടിച്ചിട്ട് നമ്മളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉഴവ് കൊണ്ട് നടക്കുന്നത്. ഇവരാണ് ആ കൊള്ളക്കാരെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു. എല്ലാ ഗ്രാമീണരും കൂടി ചെന്ന് അവരെ കൂടി പിടിച്ചു. നല്ല പൊതിര നല്ല 4 അടിയും കൂടെ അടിച്ചു. പിന്നെ പിടിച്ച് കെട്ടി കോസല രാജാവിൻ്റെ മുമ്പിൽ കൊണ്ട് ചെന്നാക്കി. കോസല രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ കള്ളന്മാരെ പിടിച്ചു, കൊള്ളക്കാരെ പിടിച്ചു എന്നും പറഞ്ഞ് ജഴി പിടിച്ച് രാജകൊട്ടാരത്തിൽ രാജ്യാങ്കണത്തിൽ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ 3 പേരുണ്ട് പുരുഷന്മാർ. നിങ്ങൾ എന്തിനാ കോസല രാജ്യത്ത് ഇവിടുത്തെ വിളവുകൾ മോഷ്ടിക്കാനായിട്ട് വന്നതെന്ന് രാജാവ് ചോദിക്കുകയാണ്. ഇവരെന്താ ശിക്ഷിക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു സ്ത്രീ ഓടി വന്നിട്ട് പറയണം, മഹാരാജാവേ എനിക്ക് വസ്ത്രം തരൂ. ഇതെന്താ ഈ പറയണേ?
ആദ്യം ആ സ്ത്രീയെ കണ്ടില്ല, പടിയുടെ പുറത്ത് നിന്നിട്ടാണ് ചോദിച്ചത്, ഒരു മറവിൽ നിന്നിട്ടാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്താ ഒരു ശബ്ദം കേൾക്കണം, എന്താ ഒരു സ്ത്രീ ശബ്ദമാണല്ലോ. അപ്പോൾ ആ സ്ത്രീ വീണ്ടും പറഞ്ഞു, മഹാരാജാവേ, അങ്ങേക്ക് ദയവുണ്ടാകണം, എനിക്ക് വസ്ത്രം തരൂ, എൻ്റെ നഗ്നത മറയ്ക്കാൻ എനിക്ക് വസ്ത്രം തരൂ, എൻ്റെ നഗ്നത മറയ്ക്കൂ, എൻ്റെ നഗ്നത മറയ്ക്കൂ. ഇതെന്തായി പറയുന്നത്? അപ്പോൾ വേഗം ഉത്തരവ് കിട്ടും. വേഗം ആ സ്ത്രീക്ക് കൊണ്ടുപോയിട്ട് 2-3 പട്ടി വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ട് കൊടുപ്പിച്ച് അവർ വസ്ത്രം ധരിക്കട്ടെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഈ വസ്ത്രമല്ല വേണ്ടത്. എന്താ അത്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നഗ്നത മറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ആ സ്ത്രീക്ക് ഭർത്താവുണ്ടായിരിക്കണം, സഹോദരനൊപ്പമുണ്ടെങ്കിലും പുത്രനൊപ്പമുണ്ടെങ്കിലും ആ സ്ത്രീ മാന്യയായി സമുദായത്തിൽ ഇരിക്കണമെങ്കിൽ, അവളുടെ നഗ്നത മറയ്ക്കണമെങ്കിൽ, അവൾ ആരാധ്യയായി സമുദായത്തിൽ ഒരു ബഹുമാന്യയായ സ്ത്രീ ആകണമെങ്കിൽ അവൾക്ക് ഭർത്താവുണ്ടാകണം. വേണ്ടേ? ഭർത്താവുണ്ടെങ്കിലേ അവളുടെ നഗ്നത മറയുള്ളൂ. അങ്ങനെയാണ്. ശരിയാണല്ലോ. അപ്പോൾ രാജാവ് ആലോചിച്ചു, ഈ സ്ത്രീ കുറച്ച് അറിവുള്ള സ്ത്രീയാണ്, ഇത് പറഞ്ഞത് കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊള്ളക്കാരും, നീ ഈ കൊള്ളക്കാരെ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണല്ലോ നഗ്നത മറയ്ക്കട്ടെ, നഗ്നത മറയ്ക്കാൻ വസ്ത്രം തരുമെന്നും പറഞ്ഞ് ഓടി വന്നത്. ഈ കൊള്ളക്കാരും നീയുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു രാജാവ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഉണ്ട്, ബന്ധമുണ്ട്. എന്താ ബന്ധം? ഇതിലൊരാൾ എൻ്റെ ഭർത്താവാണ്, ഇതിലൊരാൾ എൻ്റെ സഹോദരനാണ്, മറ്റേ ആൾ എൻ്റെ മകനാണ്. അയ്യോ! അപ്പോൾ അച്ഛനുണ്ട്, മകനുണ്ട്, അമ്മാവനുണ്ട്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവുണ്ട്, സഹോദരനുണ്ട്, മകനുണ്ട്. അപ്പോൾ അത് ശരി. അപ്പോൾ രാജാവൊന്ന് ആലോചിച്ചു, എന്താ വേണ്ട? ഈ പാവം സ്ത്രീ, അവരുടെ 3 പേരും പ്രധാനപ്പെട്ടവർ, ഏറ്റവും അടുത്തവർ 3 പേരെ ഇപ്പം ഞാൻ തുറന്നില്ലടയ്ക്കാൻ ഏർപ്പാട് ചെയ്ത് ഇവരും ഒറ്റപ്പെടും. അപ്പോൾ വേഗം രാജാവ് പറഞ്ഞു, ഒരാളെ നിനക്ക് ഞാൻ ജീവനോടെ രക്ഷിച്ചു തരാം. അവരുടെ തെറ്റ് ഞാനങ്ങ് ക്ഷമിച്ച് ഒരാളെ നിൻ്റെ കൂടെ പറഞ്ഞേക്കാം. നിനക്കാരെയാണ് വേണ്ടേ? ഭർത്താവിനെ വേണം, സഹോദരനെ വേണം, അതോ പുത്രനെ വേണം? അപ്പോൾ ആ സ്ത്രീ ഒട്ടും സംശയിക്കാണ്ട് നേർക്കുന്ന രാജാവിനോട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഈ ഭർത്താവ് പോയാലും എനിക്ക് മറ്റൊരു ഭർത്താവിനെ കിട്ടും ഇല്ലേ? ചിലപ്പോൾ കിട്ടും. അപ്പോൾ പിന്നെ എനിക്കൊരു പുത്രനുണ്ടാവില്ലേ? അതുകൊണ്ടാവാം. അതും ചിലപ്പോൾ ശരിയാണ്. പക്ഷേ എൻ്റെ അച്ഛനമ്മമാരും മരിച്ചുപോയി, എൻ്റെ അമ്മ പ്രസവിച്ച എൻ്റെ ഈ സഹോദരനെ എനിക്ക് കിട്ടുമോ? അപ്പം രാജാവ് ചോദിച്ചു, ഒരു പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ, ശരിയാണത്, സഹോദരനെ നിനക്ക് കിട്ടില്ല, അതുകൊണ്ട് മഹാരാജാവേ, എനിക്ക് എൻ്റെ സഹോദരനെ തന്നാൽ മതി. ഭർത്താവും ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം, പുത്രനും ചിലപ്പോൾ ഉണ്ടായി വരാം, പക്ഷേ സഹോദരനെ എനിക്ക് കിട്ടില്ല. എൻ്റെ അച്ഛനമ്മമാരൊക്കെ മരിച്ചു, അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരനെ തിരിച്ചു തരൂ എന്ന്. എൻ്റെ ഭർത്താവിനേക്കാൾ നിനക്ക് പ്രിയപ്പെട്ടവൻ സഹോദരനാണോ? എനിക്ക് സഹോദരൻ വേണം. നിൻ്റെ പുത്രനേക്കാൾ നിനക്ക് പ്രിയപ്പെട്ടവൻ എൻ്റെ സഹോദരനാണോ? തീർച്ചയായിട്ടും എൻ്റെ അമ്മ പ്രസവിച്ച എൻ്റെ സഹോദരൻ, അവനാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടവൻ എന്ന് പറഞ്ഞു. രാജാവ് ആ സ്ത്രീയെ കൈയെടുത്ത് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഞാൻ 3 പേരെയും നിനക്ക് വിട്ടുതരും. അവർക്ക് കക്കാനും കൊള്ളയടിക്കാനൊന്നും പോകരുത്, എന്താവശ്യമുണ്ടെങ്കിലും പറയൂ, ഞാൻ തരാം. സൽസ്വഭാവികളായിട്ട് ജീവിക്കൂ, തൻ്റെ ഭാര്യയോടൊപ്പം, സഹോദരിയോടൊപ്പം, തൻ്റെ അമ്മയോടൊപ്പം. ഇത്രയും അറിവുള്ള ഒരു സ്ത്രീ അവരുടെ കുടുംബാംഗങ്ങൾ കൊള്ളക്കാരാവുകയും ഒരിക്കലും പാടില്ല. അതുകൊണ്ട് സഹോദരൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കിയ ഈ സ്ത്രീയെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം എന്ന് പറഞ്ഞു രാജാവ് അവരെ യാത്രയാക്കുകയും ചെയ്തു. പാരിതോഷികങ്ങളെ കൊടുത്ത് യാത്രയാക്കുകയും ചെയ്തു. അപ്പോൾ സഹോദരൻ്റെ വില എന്താണ്? തൻ്റെ അമ്മ പ്രസവിച്ച തൻ്റെ സഹോദരൻ, അത്രയും വില തൻ്റെ ജീവിതത്തിൽ പുറകെ വരുന്നവർക്ക് ആർക്കും ഇല്ല എന്നാണ് ഈ അറിവ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയോ മറ്റുള്ളവരോട്? നിങ്ങളൊക്കെ ചെയ്തു. കൂട്ടുകാരോടും ബന്ധുമിത്രാദികളോടും കുട്ടികളോടും ഒക്കെ പറയൂന്നേ.